ഹലോ. ഇന്നത്തെ ഒരു പുതിയ കഥയാണ് കേട്ടോ. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു ബാത്റൂമിലെ പൈപ്പ് പൊട്ടിയൊരു കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടന്നാലോ. എൻ്റെ പേര് ഷീജ. എനിക്ക് 33 വയസ്സുണ്ട്. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് കേട്ടോ അകത്തെ ബാത്റൂമിലെ പൈപ്പ് പൊട്ടിയത്. പിന്നെ പൈപ്പ് കുറച്ച് പഴയതായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടാനൊരു കാരണമൊക്കെ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ വീട്ടില്. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല പണികളും ചെയ്തു നോക്കി കേട്ടോ. എങ്കിലും ടാപ്പ് നല്ല ഉറച്ചതായതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. ആ ഒരു നിമിഷം ഞാനത് ഉറപ്പിക്കാൻ പോകുന്ന സമയത്തും ആ ടാപ്പിൽ നിന്ന് വെള്ളം കാര്യങ്ങളൊക്കെ തെറിച്ചിട്ട് എൻ്റെ ശരീരത്തെല്ലാം ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ആ ഒരു കാര്യം എൻ്റെ ഭർത്താവിനോടാണ് കേട്ടോ പറഞ്ഞത്. നോക്കാം എന്ന് പറഞ്ഞു പോയതല്ലാതെ ആ മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അകത്തേക്ക് പോയി. അടുക്കളയിൽ ചെന്ന് ഭർത്താവിനും കുട്ടികൾക്കും കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചു. പക്ഷേ ആ ഒരു സമയമാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ബാത്റൂമിൽ ടാപ്പ് പൊട്ടിയ ആ വെള്ളം മുഴുവൻ ഒഴുകി എല്ലാം അടുക്കളയിൽ വന്ന് തെട്ടിയായിട്ട് കിടക്കുന്നുണ്ടോ. അയ്യോ, ഇവിടെ മൊത്തം നിറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഓടി ആ ഒരു ബാത്റൂമിലെത്തി. ശേഷം അവിടെ നിന്നുകൊണ്ട് ആ ഒരു ടാപ്പ് അടയ്ക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും ആ ഒരു കാര്യം മാത്രം നടക്കുന്നുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ രണ്ടാമത്തെ മാക്സിയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഇതിൻ്റെ പിന്നാലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാക്സി ആണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അലമ്പായി, അതായത് വെള്ളം വീണ് വല്ലാണ്ട് രീതിയിലായിപ്പോയി കേട്ടോ. രാവിലത്തെ എൻ്റെ പുത്തൻ മാക്സി ഊരി അത് ഞാൻ കൊണ്ടുവന്ന് അശ്ശയിലിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അലക്കി തേച്ച് അങ്ങനെ വെച്ചിരുന്ന രണ്ടാമത്തെ മാക്സിയും ബാത്റൂമിൽ കയറിയ സമയത്ത് തന്നെ നിറയുകയും ചെയ്തു. മാക്സിയിൽ മുഴുവൻ വെള്ളമായിട്ട് ഞാൻ അതെടുത്തുകൊണ്ട് പോയി മുറുക്കി അശ്ശയിലിട്ടു കേട്ടോ. നല്ലൊരു വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ തന്നെ ഉണങ്ങി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. സമയം കഴിയുന്തോറും വെള്ളം അകത്തെല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടേയിരുന്നു കേട്ടോ. ചേട്ടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന കേട്ടോ. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതായ സമയത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിലെ സൗദാമിനി ചേച്ചി വിളിച്ചേട്ടോ. എന്താ ഷീജെ? സൗദാമിനി ചേച്ചി ആ ഒരു മതിലിനപ്പുറത്ത് നിന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചേട്ടോ. ചേച്ചി, ഇവിടുത്തെ പൈപ്പ് കേടായി, ഇപ്പം എന്താ ചെയ്യണ്ടേ? അയ്യോ, പൈപ്പ് കേടായോ? എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ആ ഒരു രാജിനോട് ഇങ്ങോട്ട് വരാൻ പറ. കാരണം അവന് പ്ലംബിങ്ങിന്റെ പണിയല്ലേ, അവൻ വന്ന് ശരിയാക്കി തരും. ഞാൻ പെട്ടെന്ന് ടെൻഷനായി. അയാളെയോ? അയാളെ എനിക്കൊരിക്കലും വിളിക്കാൻ പറ്റില്ല. അയാളെ വിളിച്ചാൽ ഒരു പക്ഷേ അത് ശരിയാവുകയില്ല. പേഴ്സണലി എനിക്ക് നല്ല ടെൻഷൻ തോന്നി ആ ഒരു സമയത്ത്. കാരണം അയാളെ എനിക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും അയാളുടെ വീടിന് മുമ്പിൽ കൂടെ നടന്നു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ വായും പൊളിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു രാജന്റെ നോട്ടവും സംസാരവും ഒന്നും തന്നെ ഇഷ്ടമല്ല. എന്നിട്ടും എൻ്റെ ആവശ്യമാണല്ലോ, അത് എങ്ങനെയെങ്കിലും സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാജനെ വിളിച്ചു. ആ ഒരു സമയത്ത് അയാൾ ഫോൺ എടുത്ത സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വന്നേക്കാം, ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീട്ടിലേക്ക് വന്നു. എൻ്റെ ഭർത്താവും കുട്ടികളും ആരുമില്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിലായിരുന്നു അയാൾ വീട്ടിലേക്ക് വന്ന് കയറിയത്. പിന്നെ എൻ്റെ അമ്മ വീടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ രാജന്റെ വീടും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്തറിയാവുന്ന രണ്ടാൾക്കാരായിരുന്നു. ആ ഒരു സമയം രാജൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഒരു മാക്സി ആയിരുന്നു കേട്ടോ. എൻ്റെ 2 മാക്സിയും നനഞ്ഞിട്ട് ഞാൻ അശയെ കഴുകാനിട്ടേക്കായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു കേട്ടോ രാജൻ അടുക്കള വഴി അകത്തേക്ക് കയറി വന്നത്. എന്നെ കണ്ട സമയത്ത് തന്നെ അടിമുടിയെന്ന് നോക്കി. പക്ഷേ അതിനെനിക്ക് മറ്റൊന്നും തോന്നിയില്ല. കാരണം അയാൾ അങ്ങനെ തന്നെയാണ്, ആരെ കണ്ടു കഴിഞ്ഞാലും അടിമുടിയെന്ന് നോക്കും. പെട്ടെന്ന് എന്നോട് വളരെ ഗൗരവത്തോടെ ചോദിച്ചു, എവിടെയാ ടാപ്പ് പൊട്ടിയത്? അപ്പോൾ ആദ്യം ഞാനൊന്നും മിണ്ടിയില്ല, മൗനമായിട്ട് തന്നെ നിന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ടാപ്പ് പൊട്ടിയത് ബാത്റൂമിലാണ്, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാം എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം പുള്ളിയും എൻ്റെ കൂടെ അകത്തേക്ക് ഇങ്ങനെ കയറി വന്നു. കയറിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നിലാണെങ്കിൽ
ആള് പിന്നിലായിരുന്നു കേട്ടോ. ഞാൻ അയാളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ നിറച്ചും വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. ശരിക്കും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ആ ഒരു സമയത്ത് സ്റ്റക്കായിട്ട് അങ്ങനെ നിന്നു. അയാൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഒരു ടാപ്പ് ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കുറച്ച് പഴയതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് പഴയതാണ്, എൻ്റെ അമ്മായിപ്പൻ്റെ ഒക്കെ ഒരു കാലത്ത് എന്തോ വാങ്ങിച്ചു വെച്ചതാണ്, പിന്നെ അതാരും നോക്കിയിട്ടില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പുതിയത് ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, അതിന് ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡും കുട്ടികളും എല്ലാം പുറത്ത് പോയേക്കുക, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ആ ഒരു സമയത്താണെങ്കിലും അയാൾ എന്നെ വീണ്ടും ഒന്ന് അടിമുടി നോക്കി കേട്ടോ. അപ്പം ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അയാളുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം, ഏതെങ്കിലും കാശും കാര്യങ്ങളുണ്ടെങ്കിൽ കൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്ത് സൗദാമിനി ചേച്ചിയെ വിളിക്കാൻ പോയ സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വിളിക്കൊന്നും വേണ്ട, പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാൻ ആ സമയത്ത് അയാളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഉപകാരങ്ങളൊന്നും വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദാമിനി ചേച്ചിയെ വിളിച്ചു നോക്കിയിട്ടും സൗദാമിനി ചേച്ചി ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയ സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു, ഞാൻ വായിച്ചുകൊണ്ട് വരാം, എന്നിട്ട് അയാൾ വരുന്ന സമയത്ത് പൈസ തിരിച്ചു കൊടുത്താൽ മതി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേട്ട സമയത്ത് തന്നെ ഞാൻ ശരിയെന്ന് പറഞ്ഞു. കാരണം വേറെ നിർവാഹമൊന്നുമില്ലല്ലോ, അയാൾ പറയുന്ന കാര്യങ്ങൾ അന്നേരം വായിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാക്കാൻ പറ്റില്ല. അങ്ങനെ അയാൾ കടയിൽ പോയിട്ട് വലിയ നീളമുള്ള ഒരു പൈപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ അത് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇത്രയും നീളം വീതിയുള്ള ഇത്രയും വലിയ പൈപ്പ് എന്തിനാ, ചെറിയതുപോലെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, വലിയ പൈപ്പല്ലേ നല്ലത്, അതാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് വെള്ളമൊന്നും പോവില്ലല്ലോ, അത് കറക്റ്റായിട്ട് ഇരിക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചോട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് പൈപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്ലംബിങ് പണിയെ കുറിച്ചോ ഒന്നും അറിയില്ല, പിന്നെ ചേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാളെൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് അറിഞ്ഞിരിക്കണം, നമ്മളൊരു ജീവിതം ജീവിക്കല്ലേ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ശരിക്കും ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനും അയാളുമായിട്ട് അത്യാവശ്യം ഒരു ജോളി ടൈപ്പിങ്ങിന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അയാളുടെ സംസാരത്തിലാണെങ്കിലും ഓക്കെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിനുള്ളിലേക്ക് കയറി പൈപ്പുമായിട്ട്. ആ സമയത്ത് അയാൾ എന്താ ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ബാത്റൂമിനുള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു ബാത്റൂമിനുള്ളിൽ. ആ ഒരു സമയത്ത് എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു, കാരണം എൻ്റെ രണ്ട് മാക്സിയും നനഞ്ഞ് കുതിർന്ന് ആ ഒരു അശയിലിങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മാക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ മാക്സിയാണ്. അതും ഞാൻ മുൻപ് പാടുപെട്ട് അലക്കി തേച്ച് ആ രീതി ഉണക്കിയൊക്കെ എടുത്ത മാക്സിയാണ് കേട്ടോ. ഇതും നനഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആ ഒരു ബാത്റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ രാജൻ ആ മനുഷ്യൻ എന്നെ അങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ടൊന്ന് വരാമോ, ഇതൊന്ന് പിടിക്കാനാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ മാക്സി ചിലപ്പോൾ അത് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ, അത് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് നനയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചോട്ടോ. പക്ഷേ ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് കർശനമായിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് നനയുകയാണെന്നുണ്ടെങ്കിൽ പുതിയത് ഞാൻ വാങ്ങിച്ചു തരാം, തൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തന്നില്ലെങ്കിലും ഞാൻ വാങ്ങിച്ചു തരും. പക്ഷേ ആ ഒരു സമയത്ത് അയാളുടെ വാക്കുകളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ പോയ ഭർത്താവ്, പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് എന്തും റെഡിയാക്കി തരാൻ നിൽക്കുന്ന ആ ഒരു പ്ലംബർ രാജൻ. അപ്പോൾ എനിക്കെന്തോ ഒരു പുതുമ പോലെ തോന്നി കേട്ടോ. അയാൾ തമാശയായിട്ട് പറഞ്ഞാണെന്നുണ്ടെങ്കിലും
അത് കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ആ ഒരു മാക്സി ഇച്ചിരി പൊക്കി പിടിച്ചിട്ടോ. പൊക്കി പിടിച്ച ശേഷം ഞാനതിനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അതായത് വെള്ളം നനയാത്ത രീതിയിൽ നടന്നകത്ത് വെള്ളത്തിനകത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിൽ ഞാൻ അകത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ കാലിലൊക്കെ. കാരണം വെച്ചാൽ എൻ്റെ കാലിൽ അത്യാവശ്യം രോമങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയാൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് തന്നെ അറിയായിരുന്നു ആൾ അത്യാവശ്യം ഒരു പെശകാണ് കേട്ടോ, ഒരു നോട്ടക്കാരനാണ്. കാരണം വെച്ചാൽ ഏത് സ്ത്രീകൾ പോയി കഴിഞ്ഞാലും അടിമുടിയെന്ന് നോക്കിയിട്ടേ അയാൾ വിടത്തുള്ളൂ. അപ്പോൾ അയാളുടെ നോട്ടവും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ എനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ആൾ നോക്കുന്നുണ്ട്, പണ്ടോട്ടേ അങ്ങനെ നോക്കുന്നതാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അയാൾ എന്നെ അടിമുടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കൊട്ടും കംഫർട്ടായിട്ട് തോന്നുന്നില്ല. ആദ്യമൊക്കെ ഓക്കെ ആണെന്ന് വിചാരിച്ചു. പിന്നെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ നീക്കുന്ന സമയത്ത് അയാൾ ജസ്റ്റ് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കയറി നിന്നോ, കുഴപ്പമില്ല, വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആളെന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് കയറ്റി നിർത്തി കേട്ടോ. എന്നിട്ട് ആ ഒരു പൈപ്പ് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനതിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആള് ആ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ അത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പതുക്കെ ആ ഒരു ടാപ്പ് ക്ലോസ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ക്ലോസ് ചെയ്തു. അങ്ങനെ ഞാനും അയാളിങ്ങനെ വെള്ളത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പഴയതുപോലെ തന്നെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. നേരത്തെ കട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് തെന്നി വീഴുന്ന പോലെ ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്കൊരു കെയർ പോലെയൊക്കെയാണ് തോന്നിയത്. അതായത് ഒരു സേഫ്റ്റി എന്നതുപോലെ എന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്ത് നിർത്തുന്നു, ആ രീതിയിലൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷേ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പർശിക്കുന്നതൊക്കെ കൊണ്ട് എന്തോ ഒരു പതിവില്ലാത്ത പോലൊരു സ്പർശനം പോലെ എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ പതുക്കെ അയാൾ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തു തന്നു കേട്ടോ. അപ്പം അത് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം കഷ്ടപ്പാടിൽ നിന്നായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അയാളുടെ ആ ഒരു കെയറും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ എല്ലാ ജോലിയും തീർത്തതിന് ശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, രാജൻ ചേട്ടാ എല്ലാ കാര്യങ്ങളും റെഡിയായോ എന്നിങ്ങനെ ചോദിച്ചോട്ടോ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു പൈസ ആയിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേട്ട സമയത്ത് എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അയാളാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപയ്ക്ക് അടുത്തുള്ള പണിയെല്ലാം ചെയ്തിട്ടുണ്ട് അയാൾ. അപ്പോൾ അതെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചായ എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞു, ചായ ഒന്നും വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി, ചൂടുവെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അടുപ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോട്ടോ. കാരണം ഈ മനുഷ്യൻ ചോദിച്ചല്ലേ, അതുകൊണ്ട് കൊടുക്കട്ടല്ലേ എന്ന് വിചാരിച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ ചൂടുവെള്ളം കൊടുക്കാൻ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിങ്ങനെ തഴുകിയിട്ട് അയാൾ ആ ചൂടുവെള്ളം വായിച്ചിട്ടോ. ശരിക്കും ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലെ ആയിപ്പോയിട്ടോ. കാരണം വെച്ചാൽ എൻ്റെ ആ ഒരു കയ്യിലാണെങ്കിൽ പോലും അങ്ങനെ ആ ഒരു സ്പർശനമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ചൂടുവെള്ളം വായിച്ചിട്ട് പെട്ടെന്ന് കുടിച്ചേട്ടോ. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും പുതിയ പണികൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അയാളെ തന്നെ വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ. അങ്ങനെ വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെ അയാൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടോ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നെയും എൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നു കേട്ടോ. വീട്ടിലെ ആ ഒരു അടുക്കളയിലെ പൈപ്പിനായിരുന്നു പിന്നീട് കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് വെച്ചാൽ രാജചേട്ടനെ ഒന്ന് വിളിക്കാന്ന് വെച്ചാണ്.
കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നെല്ലാം ചെയ്തു തരുന്നത് രാജചേട്ടൻ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ രാജചേട്ടനെയാണ് കേട്ടോ വിളിച്ചത്. ആ സമയത്ത് തൊട്ടടുത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ രാജചേട്ടൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചുരിദാറാണ് കേട്ടോ ഇട്ടുകൊണ്ട് നിന്നിരുന്നത്. അപ്പം ചുരിദാർ ഇട്ടുകൊണ്ട് നിന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രാജചേട്ടൻ ഇങ്ങനെ വന്ന് കണ്ടു. രാജചേട്ടൻ്റെ ഒരു നോട്ടമുണ്ടല്ലോ അടിമുടിയായിട്ടുള്ള രീതിയിൽ. അപ്പം പുള്ളി നല്ല രീതിയിൽ നോക്കിയ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ളത്, നമുക്കിത് ഡ്രസ്സെല്ലാം ഒന്ന് നനയ്ക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, കൂടെ വന്നു കഴിഞ്ഞാൽ മുഴുവൻ നനഞ്ഞു പോവോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, നമുക്ക് നനയ്ക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നെയും കൂട്ടിച്ച് സഹായത്തിന് വിളിച്ചട്ടോ. അതിനുശേഷം ഞാനും രാജചേട്ടനും കൂടെ അടുക്കളയിലെ ആ ഒരു പൈപ്പ് ശരിയാക്കാനായിട്ട് പോയി. അപ്പോൾ രാജചേട്ടൻ ഇത് പറഞ്ഞു, പൈപ്പ് ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു തരാം, എൻ്റെ കൂടെ ഇങ്ങനെ നിന്നാൽ മതി, വേണമെങ്കിൽ എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് കൂട്ടിക്കും, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഒരു തമാശ രീതി പറഞ്ഞാണെന്നുണ്ടെങ്കിലും ഞാനൊരു രസിച്ച് ആ ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാജചേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ചുരിദാർ നന്നായിട്ട് ഭംഗിയുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്കും ഒരു ഇതൊക്കെ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറൊക്കെ ആയിരുന്നു. അപ്പം പതുക്കെ പുള്ളി പണി തുടങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ വെള്ളം തെറിച്ച് എൻ്റെ ശരീരത്തിലെല്ലാം വീണ് ആ ഒരു ചുരിദാർ ഇങ്ങനെ നനയാൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് തന്നെ എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ വെള്ളം വീണ സമയത്ത് രാജേട്ടൻ ഒരു തോർത്തെടുത്തിട്ട്, അയ്യോ വെള്ളം വീണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം തുടയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, രാജേട്ടൻ എന്ത് കെയറിങ്ങാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ആ സമയത്ത് എനിക്ക് നല്ല പരിഗണനയായിരുന്നു രാജേട്ടൻ തരുന്നത്. അങ്ങനെ കുറേ സമയം ഞാനും രാജചേട്ടനും ഇങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ രാജേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ സൗദാമിനി ഇങ്ങനെയുണ്ട് ആളെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, രാജേട്ടൻ എന്തെങ്കിലും സഹായമൊക്കെ ഉണ്ടെങ്കിൽ സൗദാമിനി ചേച്ചിയാണ് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ആ സൗദാമിനിയും പിന്നെ നമ്മുടെ ആ തെക്കിലെ ദിവാകരനും ഇല്ലേ, അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷനുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനൊന്നും മിണ്ടാതിങ്ങനെ നിന്നായിരുന്നു. ശരിക്കും ഈ ഒരു കാര്യം മുന്നേ എനിക്കറിയായിരുന്നു, സമുദ്ര ചേച്ചിയും പിന്നെ ദിവാകരൻ ചേട്ടനുമായിട്ട് ഒരു ചെറിയ അഫെയർ ഉണ്ടായിരുന്നെന്ന്. ശരിക്കും അത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും രാജചേട്ടനാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരുടെ ഒരു ഇഷ്ടമാണല്ലോ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ രാജേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അത് അനുഗ്രഹിച്ചു കൊടുത്തു, കാരണം അവരുടെ ഇഷ്ടങ്ങളൊക്കെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം രാജചേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഷീജയ്ക്ക് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ലേ, ഷീജയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, രാജേട്ടാ എന്നെയൊക്കെ ആരും നോക്കാനാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ഇതുപോലെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഷീജ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു. ശരിക്കും രാജചേട്ടൻ ചുമ്മാ പറഞ്ഞാണെന്നുണ്ടെങ്കിലും രാജേട്ടൻ എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിൽ പറയുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം ഓൾറെഡി രാജേട്ടൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ രാജേട്ടൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രാജേട്ടൻ ഇങ്ങനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ കുഞ്ഞിനാൾ മുതലേ അറിയാവുന്ന ആൾക്കാരല്ലേ, ഷീജയുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, നാട്ടിലെല്ലാം പറയുന്നുണ്ട്, സുധാകരൻ നടന്നിട്ടുണ്ടെങ്കിൽ ഷീജയെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, എനിക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. ഷീജ ഒന്ന് പരസ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ ഒരു ആരും അറിയാത്തൊരു ബന്ധം നോക്കിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചോ. പക്ഷേ ആ ഒരു സമയത്ത് രാജേട്ടൻ ചോദിച്ച ചോദ്യം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരിഷ്ടം എന്ന് പറയുന്ന ഒരു കെയർ രാജചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് പറയണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും പറയാതെ ഇങ്ങനെ നിന്നു.
അപ്പോൾ ഞാൻ രാജേട്ടനോട് പറഞ്ഞു, ചേട്ടനോട് എനിക്ക് കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളോ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക,